സ്വർണ്ണ വ്യാപാരിയുടെ മരണം പ്രത്യേക ഏജൻസി അന്വേഷിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മുഹമ്മയിലെ രാജി ജ്വല്ലറി ഉടമ രാധാകൃഷ്ണന്റെ മരണത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രത്യേക ഏജൻസി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യൂണിഫോമില്ലാതെ മഫ്തിയിലെത്തിയ ഒരു സംഘം പോലീസുകാരാണ് രാധാകൃഷ്ണനെ ഫെബ്രുവരി 6 കസ്റ്റഡിയിൽ എടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫെബ്രുവരി 25 സെക്രട്ടേറിയറ്റ് ധർണ നടത്തും. മരണപ്പെട്ട രാധാകൃഷ്ണന്റെ കുടുംബവും ധർണയിൽ പങ്കെടുക്കും. ഇക്കഴിഞ്ഞ ദിവസം മുഹമ്മയിൽ രാജി ജ്വല്ലറി ഉടമ രാധാകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതും തുടർന്നുണ്ടായ മരണവുമാണ് ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുന്നതിൻ്റെ കാരണം. ഗോൾഡ് റിക്കവറി എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. ഞങ്ങൾ സ്വർണ്ണ വ്യാപാരികൾ സംഘടിക്കാൻ തന്നെയുള്ള കാരണം ഗോൾഡ് റിക്കവറി വിഷയത്തിൻ്റെ മുകളിലുണ്ടായ ചില പ്രശ്നങ്ങളിലാണ്. 80 വർഷങ്ങൾക്ക് മുമ്പെയാണ് AKGSM എന്ന് പറയുന്ന സംഘടന ഉണ്ടായത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലങ്ങൾക്കിടയിൽ ഒട്ടേറെ സമ്മർദ്ദങ്ങളും ഒട്ടേറെ പ്രതിഷേധങ്ങളും ഒക്കെ ഞങ്ങൾ ഈ ഒരു വഴിയിൽ ചെയ്തിട്ടുണ്ട്. IPC ആണെങ്കിലും BNS ആണെങ്കിലും ഈ രണ്ട് ന്യായ സംഹിതയ്ക്കുള്ളിലും എവിഡൻസ് ആക്ട് പ്രകാരം ഒരു കളവ് നടന്നാൽ അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്ന് പറയുന്ന പോലീസിൻ്റെ ധർമ്മമാണ് അവരനുഷ്ഠിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കേരളത്തിലുടനീളം നടക്കുന്ന ഈ റിക്കവറികൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അവന് തോന്നുന്ന തരത്തിൽ റിക്കവറി നടത്തുന്ന സംഭവങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജി ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ്റെത്. 6-ാം തീയതി വൈകുന്നേരം രാജി ജ്വല്ലറി ഉടമയെ കാണാതായിട്ടുണ്ട്. മഫ്തിയിൽ വന്നിരിക്കുന്ന ആളുകളാണത്, പോലീസാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയും കൂട്ടി അങ്ങ് പോയത്. കട തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് പോയത്.